നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഉച്ചഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഉറക്കം വരുന്നവരാണോ നിങ്ങൾ? കൂടുതലായും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്കെല്ലാം ക്ഷീണം തോന്നാറുള്ളത്. ഇതൊരു സാധാരണ കാര്യമാണ്. നമ്മളിൽ പലർക്കും ഇത് തോന്നാറുമുണ്ട്. എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് പിന്നാലെ അതേ മയക്കവും അതേ ക്ഷീണവും അതൊരു പക്ഷേ ഒരു മുന്നറിയിപ്പാകാം. ഈ അലസതയ്ക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണക്കാരൻ്റെ പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസായി മാറി രക്തത്തിലേക്ക് എത്തുമ്പോൾ അത് കോശങ്ങളിലേക്ക് എത്തിച്ച് ഊർജമാക്കാൻ ശരീരം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ കൂടിക്കിടക്കാറാണ് പതിവ്. ഇത് ബാലൻസ് ചെയ്യാൻ പാൻക്രിയാസ് വീണ്ടും വീണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയും ഇൻസുലിനും വർദ്ധിക്കാൻ തുടങ്ങും. ഇതിന്റെ ഫലമായാണ് ഭക്ഷണം കഴിച്ച് 30 മുതൽ 90 മിനിറ്റിനുള്ളിൽ കഠിനമായ ക്ഷീണവും അലസതയും ഉറക്കവുമെല്ലാം തോന്നാറുള്ളത്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ചായ കുടിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് നമ്മൾ കരുതാറുണ്ട്. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റീസിലേക്കുള്ള ആദ്യ പടിയാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതിനെ നിയന്ത്രിക്കാൻ ചില പൊടിക്കൈകളുണ്ട്. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങളും പാക്കറ്റിലടിച്ച സ്നാക്കുകളും മധുര പാനീയങ്ങളുമെല്ലാം പൂർണ്ണമായും കുറയ്ക്കുക. ഭക്ഷണം പെട്ടെന്ന് കഴിക്കുന്നതിന് പകരം മെല്ലെ ചവച്ചരച്ചു കഴിക്കുക. ഭക്ഷണത്തിന് ശേഷം ചെറിയൊരു നടപ്പ്, ഇത് ശീലമാക്കുക. അതുകൊണ്ട് ഓർമ്മിക്കുക, ഉച്ചഭക്ഷണത്തിന് ശേഷം വരുന്ന ഉറക്കം അതത്ര ചില്ലറക്കാരനല്ല.